ആദ്യമായിട്ടാണ് ഇത്ര ഡിമാൻഡിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. സംഭവം എന്താണെന്നല്ലേ, ഹലോ ഏഞ്ചലാണേ. അതെ, എറണാകുളത്തിന് പോയ അന്ന് തന്നെ ഈ വീഡിയോ ഇടണം ഞാൻ ഓർത്തതാ. പക്ഷെ എന്തൊക്കെയോ തിരക്കുകൾ കാരണം എനിക്കിത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ എനിക്ക് മിക്ക ദിവസവും മെസ്സേജ് വരുമായിരുന്നു വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ ഒരാൾ കാത്തിരുന്നിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോ ഇത്. കേരളത്തുനിന്ന് നേരം വെളുക്കുന്നതിന് മുമ്പേ പുറപ്പെട്ടിട്ടാണ് ഞങ്ങൾ 7 മണിയായപ്പോൾ കണ്ണൂർ എത്തിയത്. കണ്ണൂർ എത്തി പിന്നെ 8 മണിക്കായിരുന്നു കേട്ടോ വന്ദേ ഭാരത്. അങ്ങനെ ഞങ്ങളൊരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേനും കൊച്ചി എത്തി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം നമ്മൾ ഈ ഓൺലൈനിൽ മാത്രം കാണുന്ന ചില സ്റ്റോർസ് ലൈക്ക് നേരിട്ട് പോയി വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. ഈ എറണാകുളം പോകുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ ചേച്ചിയുടെ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാനാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിനാ എറണാകുളം വരെ പോകുന്നത്, കണ്ണൂർ നിങ്ങൾക്ക് നല്ല ഡ്രസ്സൊന്നും കിട്ടത്തില്ലേ എന്ന് ചോദിച്ച ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുവാന്ന് അതങ്ങ് സാധിച്ചു കൊടുത്തേ. പിന്നെ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാ. ട്രയലിന് ശേഷം ഞങ്ങളൊരു സാരി ചൂസ് ചെയ്തു. ആ സാരി ഒരു മിന്നായം പോലെ വീഡിയോ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഗസ് ചെയ്യാം. പിന്നെ ഒരു തുമ്പെടുത്ത് ഞാനും വെച്ച് നോക്കി, എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നാണെങ്കിലും നമുക്കിപ്പോൾ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഇപ്പം എന്നോട് ചോദിക്കായിരിക്കും നിനക്ക് നോമ്പല്ലിടുന്നു, പക്ഷേ ഒരു പ്രത്യേകതര സാഹചര്യത്തിൽ അത് മുറിക്കേണ്ടി വന്നു. ഇപ്പോഴല്ല, കുറച്ച് മുന്നേ. അങ്ങനെ ഞങ്ങൾ മിലനിൽ പോയി. അവിടെ നിന്നായിരുന്നു ലെഹങ്ക സെറ്റ് ചെയ്തത്. ലെഹങ്ക ഒറ്റ തവണ ഇട്ട് നോക്കേണ്ടി വന്നുള്ളൂ. അന്നേരത്തിനും സെറ്റായി, വേറെ ഒന്നും നോക്കേണ്ടി വന്നില്ല. പിന്നെ ഞങ്ങൾ അൽമാരെ തിരിച്ചു പോയി. നമ്മൾ അവിടുന്ന് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച സാരിയൊക്കെ എടുത്തു. അവിടുന്ന് നേരെ വിട്ടത് പൂണൂലിൽ സിൽക്സിലോട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ വാട്ടർ ബോട്ടിൽ, എൻ്റെ അണ്ടാവ് പൊട്ടിപ്പോയി. എൻ്റെ ക്ലാസ്സിലെ പിള്ളേര് എൻ്റെ വാട്ടർ ബോട്ടിൽ ഇട്ട പേരാണ് അണ്ടാവ്. എനിക്കത് ഇഷ്ടമാട്ടോ. പക്ഷേ ഈ വാട്ടർ ബോട്ടിൽ പൊട്ടുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ഞാൻ കുപ്പിയും ചുമന്നുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അവിടെ കളഞ്ഞിട്ട് വരാൻ എന്തോ എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ദേണ്ട ഒരു ചേട്ടൻ നിന്ന് കറങ്ങുന്നു. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ അവിടുന്ന് ബൈ ബൈ പറഞ്ഞു. ബിക്കോസ് നമുക്ക് 9 മണിക്കായിരുന്നു ബസ്. അതിൻ്റെ ഇടയ്ക്ക് ചായ കൂടിയും കുറച്ച് കുട്ടി ഷോപ്പിംഗ് ഒക്കെ തകൃതിയായിട്ട് നടന്നു. ഇനി അവിടെ വന്നാൽ പിന്നെ വീട്ടിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് അവിടുന്ന് നേരെ ബൈ ബൈ പറഞ്ഞു നാട്ടിലോട്ട്. അപ്പം അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.